ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗേൾ ഫ്രം നോവെയർ എന്ന സീരീസിന്റെ 2ാം സീസണിലെ 4ാമത്തെ എപ്പിസോഡിന്റെ കഥയാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി നേരെ കഥയിലേക്ക് കടക്കാം. എപ്പിസോഡ് 4ന്റെ പേരാണ് യൂറി. എപ്പിസോഡ് 4ന്റെ തുടക്കത്തിൽ 3 പെൺകുട്ടികൾ അതിക്രൂരമായി കൊല്ലപ്പെട്ടു കിടക്കുന്നത് കാണിക്കുകയാണ്. നാനോ പറയും, എല്ലാവരും പറയുന്നത് സൗഹൃദം അമൂല്യമാണെന്നാണ്. സൗഹൃദത്തിൽ പല തട്ടുകളിലുള്ള ആളുകളുണ്ടെങ്കിൽ അത് ഒന്നുകൂടി അമൂല്യമായിരിക്കും. പക്ഷെ സൗഹൃദം എത്രത്തോളം വിലയേറിയതായിരിക്കും എന്ന് നാനോ ചോദിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ അവരുടെ ടബിലെ വെള്ളത്തിലായി ആരോ മരിച്ചു കിടക്കുന്നത് കാണിക്കുവാണ്. അത് യൂറിയായിരുന്നു. കൊല്ലപ്പെട്ട 3 പേരിൽ ഒരാൾ യൂറിയാണ്. ആ സീൻ അവിടെ കട്ടാകും. അത് കഴിഞ്ഞ് 3 മാസം മുന്നേ ഉള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. യൂറി സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. എന്തോ ഒരു കാര്യം അവളെ അലട്ടുന്നത് പോലെ നമുക്ക് അവളുടെ മുഖത്തു നിന്നും മനസ്സിലാകും. സ്കൂളിലേക്ക് നടന്നു കയറാൻ തുടങ്ങുമ്പോൾ ഒരു കുട്ടി യൂറിയെ അറിയാതെ വന്നിടിക്കും. അവളുടെ ബാഗ് നിലത്തേക്ക് വീണ് അതിലെ സാധനങ്ങളെല്ലാം റോഡിലേക്ക് വീഴും. യൂറി അതെല്ലാം എടുത്ത് ബാഗിലേക്ക് വെക്കുകയാണ്. അപ്പോൾ 2 പെൺകുട്ടികൾ അവിടേക്ക് വന്ന് യൂറിയെ സഹായിക്കും. യൂറിയുടെ കൂട്ടുകാരായിരുന്നു അത്. അവർ യൂറിയെ വിളിച്ചുകൊണ്ടുപോയി അവളുടെ പഴയ ബാഗ് മുഴുവൻ കീറിപ്പോയതുകൊണ്ട് അവൾക്ക് പുതിയ ഒരു ബാഗ് കൊടുക്കും. യൂറി അത് വാങ്ങാൻ തയ്യാറാകില്ല. അവൾ പറയും, നിങ്ങൾ എനിക്ക് ഇന്നലെ ഐസ്ക്രീം വാങ്ങി തന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന്. പക്ഷെ ഫ്രണ്ട്സ് അവളെ നിർബന്ധിച്ച് ഒരുപാട് പഴയതല്ലേ ബാഗ്, ഇത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പുതിയ ബാഗ് അവൾക്ക് കൊടുക്കും. യൂറി മടിച്ച് ബാഗ് വാങ്ങുകയാണ്. ഫ്രണ്ട്സിന്റെ പേര് നീന എന്നും ടപ്റ്റിം എന്നുമാണ്. യൂറിക്ക് അവർ പുതിയ ബാഗ് കൊടുക്കുന്നത് കണ്ടിട്ട് ബാക്കി കുട്ടികൾ ഓരോന്ന് അടക്കം പറയാൻ തുടങ്ങും. നീനയും ടപ്റ്റിമും വലിയ പണക്കാരായ കുട്ടികളാണ്. യൂറി ആകട്ടെ അധികം ആരോട് സംസാരിക്കാത്ത ഒരു പാവം കുട്ടിയാണ്. അത് കണ്ടാണ് ബാക്കിയുള്ള കുട്ടികൾ എന്തിനാ ഇവർ യൂറിയോട് ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നത്, യൂറിയെ കൂടെ കൂട്ടുന്നത് ഇവർക്ക് നാണക്കേടല്ലേ എന്നൊക്കെ പറയുന്നത്. പക്ഷെ നീനയും ടപ്റ്റിമും ആ കുട്ടികളെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞുവിടും. എന്നിട്ട് യൂറിയോട് പറയും, ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ ഞങ്ങളെ അറിയിച്ചാൽ മതിയെന്ന്. അത് കഴിഞ്ഞ് അവർ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അവർ പോയി കഴിഞ്ഞാണ് അവിടെ അവർക്ക് തൊട്ടടുത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന നാനോയെ കാണിക്കുന്നത്. നാനോ ആ സ്കൂളിലേക്ക് പുതുതായി വന്നിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. നീനയും ടപ്റ്റിമും യൂറിയും കൂടി ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അവർ എന്നും ഇരിക്കാറുള്ള സീറ്റിൽ നാനോ ഇരിക്കുന്നത് കാണുകയാണ്. നീന, നാനോ പുതിയ കുട്ടിയാണല്ലോ എന്ന് കൺസിഡർ ചെയ്ത് ഇവിടെ ഞങ്ങളാണ് ഇരിക്കാറ് എന്ന് നാനോയോട് പറയും. നാനോ അപ്പോൾ ചോദിക്കും, ഇവിടെ 4 സീറ്റില്ലേ, അപ്പോൾ എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമുണ്ടല്ലോ എന്ന്. ടപ്റ്റിം പറയും, ഇവിടെ ഞങ്ങൾ മാത്രമേ ഇരിക്കാറുള്ളൂ, വേറെ എവിടെയെങ്കിലും പോയിരിക്കണമെന്ന്. ഞാൻ പുതിയ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എന്നോട് ആരും അങ്ങനെ മിണ്ടാൻ തയ്യാറാകുന്നില്ല. പക്ഷെ നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. നിങ്ങളുടെ സൗഹൃദത്തിൽ സ്റ്റാറ്റസിൻ്റെ വേർതിരിവില്ലെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് ന്യൂ കമറായ എന്നെയും നിങ്ങൾ കൂടെ കൂട്ടില്ലേ എന്ന് നാനോ ചോദിക്കുമ്പോൾ നാനോ പറഞ്ഞതിൽ ഇംപ്രസ്സായി നീനയും ടപ്റ്റിമും നാനോയെ അവർക്കൊപ്പം കൂട്ടാൻ തയ്യാറാകും. യൂറിക്ക് അതൊന്നും അത്രയ്ക്ക് ഇഷ്ടമാകുന്നില്ലെന്നാണ് തോന്നുന്നത്. നീന പറയും, ഞങ്ങളുടെ ഗ്രൂപ്പിൽ പെട്ടെന്ന് പുതിയ ആളെ എടുക്കാറില്ല. പക്ഷെ നിനക്ക് ഞങ്ങൾ ഒരു ചാൻസ് തരാൻ പോവുകയാണ്. നീ ഞങ്ങളുടെ ട്രൂ ഫ്രണ്ട് ആണെന്ന് തെളിയിച്ചു കാണിക്കണമെന്ന്. നാനോ അതിന് ചിരിച്ചുകൊണ്ട് സമ്മതിക്കും. യൂറി പക്ഷേ ഇതൊക്കെ കണ്ട് എന്തോ ടെൻഷൻ ആകുന്നത് പോലെയാണ് ഇരിക്കുന്നത്. നാനോയോട് അവൾക്ക് ജലസി ഉള്ളതുപോലെ. അത് കഴിഞ്ഞ് അവർ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് കാണിക്കുകയാണ്. നാനോ നീനയോട് തൻ്റെ കയ്യിൽ ഉത്തരങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് ആൻസർ കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. പക്ഷെ നീന അത് വാങ്ങുന്നില്ല. നാനോ അതുകൊണ്ട് ആ പേപ്പർ വായിലിട്ട് വിഴുങ്ങിക്കളയും. അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു. 4 പേരും കൂടി ക്യാൻറ്റീനിൽ വന്നിരിക്കുകയാണ്. നീന നാനോയോട് പറയും, ഇനി അതുപോലെ കോപ്പി അടിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്, നമ്മുടെ ഗ്രൂപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്ന്. നാനോ അത് കേട്ട്, ട്രൂ ഫ്രണ്ട്സ് എപ്പോഴും പരസ്പരം സഹായിക്കേണ്ടതാണ് എന്നാണ് ഞാൻ കരുതിയതെന്ന് പറയും. നിന്റെ ഈ പ്രവൃത്തി കാരണം ഞങ്ങൾ പെട്ടേനെ എന്നവർ പറയുകയാണ്. അതെല്ലാം കഴിഞ്ഞ് നീനയും ടപ്റ്റിമും കൂടി പറയും, നല്ല വിശപ്പുണ്ട്, പക്ഷേ ഫുഡ് എടുക്കാൻ വേണ്ടി എക്സാം എല്ലാം എഴുതി കൈയാകെ മരവിച്ചിരിക്കുകയാണെന്ന്. യൂറിയെ നോക്കിയാണ് അവർ ഇങ്ങനെ പറയുന്നത്. തന്നോട് ഫുഡ് വാങ്ങിക്കൊണ്ട് വരാനാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി യൂറി എന്താ നിങ്ങൾക്ക് വേണ്ടെന്ന് ചോദിക്കും. ചിക്കനും റൈസും വാങ്ങി വാ, ഇന്നെൻ്റെ ചെലവാണെന്ന് പറഞ്ഞ് നീന പൈസ കൊടുക്കും. യൂറി എന്നിട്ട് ഫുഡ് വാങ്ങി വന്ന് അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നീന പറയും, തനിക്ക് സോസ് കൂടി വേണമെന്ന്. ടപ്റ്റിം പറയും, തൻ്റെ സൂപ്പിൽ കഷ്ണങ്ങളില്ല, ഇനിയും കഷ്ണങ്ങൾ വേണമെന്ന്. അങ്ങനെ യൂരി വീണ്ടും പോയി 2 പേർക്കും ആവശ്യമുള്ളത് വീണ്ടും എടുത്തുകൊണ്ട് കൊടുക്കും. 2 പേരും യൂരിയോട് ഓർഡർ എടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, പകരം അവൾക്ക് നോ പറയാൻ പറ്റാത്ത രീതിയിൽ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യൂരി എല്ലാം ചെയ്തു കൊടുക്കും. നാനോ ഇതെല്ലാം കാണുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ നീന തനിക്ക് കുക്കുംബർ ഇഷ്ടമല്ല, യൂറി നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ട് അതെല്ലാം യൂറിയുടെ പ്ലേറ്റിലേക്ക് ഇടും. യൂറി ഞാൻ കഴിച്ചോളാമെന്ന് പറഞ്ഞ് അതെടുത്ത് കഴിക്കുന്നുണ്ട്. പക്ഷേ അവളുടെ മുഖഭാവത്തിൽ നിന്നും അത് അവൾക്കും അത്രയ്ക്ക് ഇഷ്ടമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. യൂറിയെ തങ്ങളുടെ സൈഡിൽ നിർത്തി ഒരു സെർവന്റിനെ പോലെ ജോലി ചെയ്യിപ്പിക്കുകയാണ് നീനയും ടപ്റ്റിമും. നാനോയ്ക്ക് ഇത് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവർ പുറത്തിരിക്കാൻ പോകുമ്പോൾ അവർ എന്നും ഇരിക്കാറുള്ളിടത്ത് മറ്റൊരു പെൺകുട്ടി വന്നിരിക്കുന്നത് കാണും. അത് നീനയ്ക്കും ടപ്ടിമ്പിനും തീരെ ഇഷ്ടമാകില്ല. അവർ ആ പെൺകുട്ടിയെ നോക്കി പേടിപ്പിച്ച് അവിടെ നിന്നും എണീപ്പിച്ചു വിടും. ആ പെൺകുട്ടി ഇവരെ നല്ലപോലെ പേടിക്കുന്നത് പോലെയാണ് പെരുമാറുന്നത്. എന്താ പറ്റിയെന്ന് നാനോ ചോദിക്കുമ്പോൾ ടപ്ടിം പറയും അവളുടെ പേര് മീൻ എന്നാണ്. അവൾ നീനയുടെ ബോയ് ഫ്രണ്ടിനോട് ഫ്ലർട്ട് ചെയ്യാൻ നോക്കി. യൂരിക്ക് അതുകൊണ്ട് ദേഷ്യം വന്നിട്ട് യൂരി എനിക്ക് വേണ്ടി ഒരു ഫേക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടാക്കി മീനിനെ അറ്റാക്ക് ചെയ്തു എന്ന് പറയുകയാണ്. നാനോ അത് കേട്ട് യൂരിയോട് കൊള്ളാലോ എന്ന് പറയും. പക്ഷെ ടപ്ടിം പറഞ്ഞതിൽ എത്രത്തോളം സത്യം കാണുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അവർ പറഞ്ഞിട്ട് തന്നെയായിരിക്കും യൂരി മീനിനെ അറ്റാക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് അവർ 4 പേരും അവിടെ ഇരുന്ന് എക്സാമിന്റെ കാര്യം സംസാരിക്കുകയാണ്. നീന പറയും യൂരി ഉള്ളതുകൊണ്ടാണ് എക്സാമിന് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ പണിയായേനെയെന്ന്. എന്താ കാര്യമെന്ന് വെച്ചാൽ ഇവർ 2 പേരും യൂരിയെ കൊണ്ട് എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ ഗസ് ചെയ്ത് ഒരു ട്യൂട്ടോറിയൽ ഷീറ്റ് ഉണ്ടാക്കിച്ചിട്ടുണ്ടായിരുന്നു. യൂരി നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് അവൾക്ക് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എക്സാമിന് അവൾ ഇങ്ങനെ ട്യൂട്ടോറിയൽ ഷീറ്റ്സ് പ്രിപ്പയർ ചെയ്യും. അതിൽ നിന്നും തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസും വരുന്നത്. അത് നോക്കിയിട്ട് പോയ നീനയ്ക്കും ടപ്ടിപ്പിനും എക്സാം എളുപ്പവുമായിരിക്കും. അങ്ങനെ അവർ എക്സാമിന്റെ ആൻസേഴ്സ് പറയുന്ന സമയത്താണ് നീന ലാസ്റ്റ് ക്വസ്റ്റ്യന് തെറ്റായിട്ടാണ് ഉത്തരം അടയാളപ്പെടുത്തിയിട്ടുള്ളതെന്ന് മനസ്സിലായത്. നീന അപ്പോൾ യൂരിയെ നോക്കിയിട്ട് നൈസായി പറയും എനിക്ക് എൻ്റെ ആൻസർ എങ്ങനെയെങ്കിലും മാറ്റണമെന്ന്. യൂരിയോട് പോയി ആൻസർ ഷീറ്റ് എടുത്ത് ഉത്തരം കറക്റ്റ് ചെയ്യണമെന്നാണ് നീന ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. പക്ഷേ യൂരി ടെൻഷൻ ആവുകയാണ്. സ്റ്റാഫ് റൂമിൽ പോയി പേപ്പർ എടുക്കാൻ അവൾക്ക് പേടിയാണ്. പക്ഷെ 2 പേരും അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നാനോ ട്രൂ ഫ്രണ്ട് എപ്പോഴും തൻ്റെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറയും. നാനോ പോയി ഉത്തരം തിരുത്തിക്കൊള്ളാമെന്ന് ഏൽക്കും. നാനോ ഒരു പേടിയുമില്ലാതെ നല്ല കൂളായി സ്റ്റാഫ് റൂമിൽ കയറി ആരും കാണാതെ നീനയുടെ ആൻസർ കറക്റ്റ് ചെയ്യും. ബാക്കി 3 പേരും ഇത് പുറത്തു നിന്ന് കാണുന്നുണ്ടായിരുന്നു. നാനോയുടെ ഈ ആക്ടിൽ ഇംപ്രസ്സായി നീനയും ടപ്ടിമും അവളെ തങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. യൂരിക്ക് ഇത് കണ്ട് ശരിക്കും അസൂയ വരുന്നുണ്ട്. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് നീനയും ടപ്ടിമും തങ്ങളുടെ ആഡംബര കാറിൽ കയറി വീട്ടിലേക്ക് പോകും. നാനോ അവരെ സന്തോഷത്തോടെ യാത്രയായി. അവർ രണ്ടും അവിടെ നിന്ന് പോയി കഴിഞ്ഞ് നാനോയെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ യൂറിയും അവളുടെ വീട്ടിലേക്ക് നടക്കുകയാണ്. യൂരി താമസിക്കുന്നത് ഇതുപോലെ ഒരു ബിൽഡിങ്ങിലെ ചെറിയൊരു അപ്പാർട്ട്മെന്റിലാണ്. ഒരു പുതിയ മൊബൈലൊക്കെ മേടിച്ചാണ് അവൾ വീട്ടിലേക്ക് പോകുന്നത്. നല്ല സന്തോഷം അവളുടെ മുഖത്തെ കാണാൻ പറ്റും. അപ്പോൾ നാനോ അവളുടെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കും ട്രൂ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സെർവൻ്റ് ആകുക എന്നാണോ നീ വിചാരിക്കുന്നത് എന്ന്. യൂരി അപ്പോൾ പറയും നീ എന്താണ് ഈ പറയുന്നത്, ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സാണ് എന്ന്. പണത്തിന് വേണ്ടി ട്യൂട്ടോറിയൽ ഷീറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുക, ആൻസർ ഷീറ്റ് റിസ്ക് എടുത്ത് തിരുത്തുക, ഫ്രണ്ട്സിന് ഇഷ്ടമില്ലാത്ത ആളുകളെ അറ്റാക്ക് ചെയ്യാൻ ഫേക്ക് അക്കൗണ്ട് തുടങ്ങുക, ഇതൊക്കെ ചെയ്യുന്നതാണോ ട്രൂ ഫ്രണ്ട് എന്ന് നാനോ പൂജ്യത്തോടെ യൂരിയോട് ചോദിക്കും. നീയും ഒരു സെർവൻറ്റും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് നാനോ പറയുകയാണ്. യൂരി ഫ്രണ്ട്സിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് അവർ അവൾക്ക് നല്ലപോലെ പണം കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നാനോയുടെ കയ്യിലുണ്ട്. യഥാർത്ഥത്തിൽ യൂരി അത്ര നിഷ്കളങ്കിയൊന്നുമല്ല. അവൾക്കും അവരുടെ പണം കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇനി പണം കിട്ടിയാലോ എന്ന് കരുതി തന്നെയാണ് അവൾ ഇപ്പോഴും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. നാനോ പുതുതായി ഇവരുടെ ഇടയിലേക്ക് വന്നപ്പോൾ തന്റെ ജോലി ഇനി നാനോ തട്ടിയെടുക്കുമോ എന്ന ഭയം യൂരിക്കുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് യൂരി തിരിച്ചു ചോദിക്കും ഞാൻ ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം? ഞാൻ അവർക്കൊരു വേലക്കാരിയായി നിന്ന് എന്നെ ജോലി ചെയ്യുകയാണ്. ഇതേപോലെ നല്ല ശമ്പളം കിട്ടുന്ന ജോലികൾ കണ്ടെത്താൻ പാടാണെന്ന്. നാനോ അപ്പോൾ ചോദിക്കും നീ സത്യം പറയണം, പണം നിനക്ക് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണോ എന്ന്. യൂരി അപ്പോൾ കുറച്ചുനേരം ഒന്ന് ആലോചിച്ചിട്ട് അതേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. നാനോയും അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. ഈ വീട്ടിലാണ് യൂരി അവളുടെ അമ്മയ്ക്കൊപ്പം താമസിക്കുന്നത്. യൂരി അമ്മയ്ക്കൊപ്പം സന്തോഷത്തോടെയാണ് അവിടെ കഴിയുന്നത്. അവൾ ആ ഫോൺ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് വാങ്ങിയത്. ഈ സമയം നാനോയും വീട്ടിനകത്തേക്ക് കയറി അമ്മയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അമ്മയ്ക്ക് ആ ഫോൺ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും. എങ്കിലും ഇത്രയും പണം എവിടെ നിന്നാണെന്ന് അമ്മ ചോദിക്കും. തൻ്റെ ഫ്രണ്ട്സ് അവർക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കാൻ എന്നെ ഹയർ ചെയ്തു, ആ പണം കൊണ്ടാണ് ഫോൺ വാങ്ങിയത് എന്നാണ് അവൾ അമ്മയോട് പറയുന്നത്. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകും. എന്നിട്ട് യൂരി ആ ഫോൺ അമ്മയെ ഓണാക്കി കാണിച്ച് അമ്മയെ അവൾ സെൽഫി എടുക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. നാനോ ഇതെല്ലാം കണ്ട് പെട്ടെന്ന് എന്തോ ഓർത്ത് വല്ലാണ്ടാകുന്നത് പോലെയാണ് നമുക്ക് നാനോയെ കാണുമ്പോൾ തോന്നുന്നത്. അതെല്ലാം കഴിഞ്ഞ് നാനോയും യൂരിയും കൂടി വീടിന് വെളിയിൽ ഇറങ്ങി നിന്ന് സംസാരിക്കുകയാണ്. യൂരി പറയും എനിക്കും റിയൽ ഫ്രണ്ട്സ് വേണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ ജീവിക്കുന്ന സ്ഥലം തന്നെ നോക്കൂ. ഈ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വെച്ച് ചെയ്യാൻ വേറൊരു ജോലിയും ഞാൻ കണ്ടില്ല. അല്ലെങ്കിലും പണക്കാർ പാവപ്പെട്ടവരെ ഈ ഒരു കണ്ണിൽ കൂടി തന്നെയല്ലേ കാണുന്നത്. അവരവരുടെ അവശിഷ്ടങ്ങൾ തരുന്ന ആളുകൾ, അവരെ നല്ലവരായി കാണിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. പക്ഷെ അവർ നമ്മളെ ഒരിക്കലും അവരിൽ ഒരാളെ കാണില്ലെന്ന് യൂരി പറയും. യൂരി പറഞ്ഞ ഈ കാര്യങ്ങൾ നാനോയെ നല്ലപോലെ ടച്ച് ചെയ്തിട്ടുണ്ട്. നാനോയുടെ മുഖത്തെ ഭാവം കണ്ടാൽ അത് മനസ്സിലാകും. നീനയും ടപ്ടിമും എന്നെ ഫീൽ ചെയ്യിപ്പിക്കുന്ന
പറയുന്നത് ഞാൻ അവരുടെ റിയൽ ഫ്രണ്ട് ആണെന്നാണ്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവർ എനിക്ക് വേണ്ടി ഉണ്ടാകും എന്നുള്ള രീതിയിലാണ്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, അതായത് ഒരു ദിവസം ഞാൻ അവരെക്കാൾ റിച്ച് ആകുവാണെങ്കിൽ ഒരു പക്ഷേ ഞാനും അവർ ചെയ്യുന്നതൊക്കെ തന്നെയായിരിക്കും ചെയ്യാൻ നോക്കുന്നത്. എന്നിട്ട് യൂരി നീനയും ടപ്റ്റിമും അവളോട് കാണിക്കുന്നത് അവൾ അവരോട് തിരിച്ച് പെരുമാറുന്നത് പോലെ ആക്ട് ചെയ്യുകയാണ്. ഞാൻ പണം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തു, അത് ചെയ്തതാ, ഇത് ചെയ്യുക എന്നൊക്കെ അവൾ വെറുതെ ഇങ്ങനെ അഭിനയിക്കുകയാണ്. തന്നെ അവർ യൂസ് ചെയ്യുകയാണെന്ന് യൂരിക്ക് നന്നായി അറിയാം. പക്ഷെ അവൾ അതെല്ലാം സഹിക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് നാനോ പറയും, നീ ഇപ്പോൾ അഭിനയിച്ചതുപോലെ നിനക്ക് വേണമെങ്കിൽ റിയലായി ചെയ്യാമെന്ന്. യൂരി അത് കേട്ട് സംശയത്തോടെ നാനോയെ നോക്കുകയാണ്. നാനോ പറയും, നീ ഇപ്പോൾ ചെയ്ത പോലെ നിനക്ക് അവരോട് പെരുമാറാൻ പറ്റും. പണക്കാർ പേടിക്കുന്ന എന്തെങ്കിലും കാര്യം നിന്റെ കൈവശം ഉണ്ടായാൽ മതി, അതായത് അവരുടെ സീക്രട്സ്. നീനയ്ക്കും ടപ്റ്റിമിനും എന്തൊക്കെയോ ഹിഡൻ സീക്രട്സ് ഉണ്ടെന്ന് നാനോ യൂരിയോട് പറയും. ആ സീൻ ഇവിടെ കട്ടാകുവാണ്. അത് കഴിഞ്ഞ് നീനയും ടപ്റ്റിമും യൂറിയും നാനോയും കൂടി നീനയുടെ പ്ലേസിൽ ചെറിയൊരു പാർട്ടി നടത്തുന്നതാണ് കാണിക്കുന്നത്. നീന യൂറിയോട് പോയി ബാർബിക്യൂവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഓർഡർ ഇടും. എന്നിട്ട് നാനോയോട് വെള്ളം എടുത്തു കൊടുക്കാൻ ആവശ്യപ്പെടും. നീനയും ടപ്റ്റിമും എടുത്ത ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാനോയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, യൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നു നീനയുടെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ സീക്രട്സ് ഉണ്ടെന്ന്. ആ ലാപ്ടോപ്പ് അവളുടെ റൂമിലാണ് ഇരിക്കുന്നത്. നീനയെയും ടപ്റ്റിമിനെയും യൂരി ഡിസ്ട്രാക്ട് ചെയ്യണം. ഈ സമയം നാനോ പോയി ആ ലാപ്ടോപ്പ് ചെക്ക് ചെയ്യും. ഇതാണ് പ്ലാൻ പ്രകാരം നാനോ നീനയുടെ ഷർട്ടിലേക്ക് വെള്ളം തെറിപ്പിക്കും. നീന അതുകൊണ്ട് റൂമിൽ ചെന്ന് അവളോട് വേറെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാൻ പറയും. നാനോ അങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. ഈ സമയം യൂരി അവരുടെ രണ്ടുപേരുടെയും ശ്രദ്ധ മാറ്റണം. നാനോ റൂമിലെത്തി ലാപ്ടോപ്പ് ഓണാക്കി നോക്കുകയാണ്. അതിൽ ഇഷ്ടംപോലെ പെൺകുട്ടികളുടെ പേരിലുള്ള കുറേ ഫയൽസ് ഉണ്ട്. അതിൽ നമ്മൾ മുന്നേ കണ്ട മീൻ എന്ന ആ പെൺകുട്ടിയുടെ പേരിലും ഒരു ഫയൽ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നോക്കുമ്പോഴാണ് അതിൽ മീനിനെ ഒരു പയ്യൻ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ കണ്ടന്റ് തന്നെയാണ് ബാക്കിയുള്ളവയിലുമുള്ളത്. അങ്ങനെ കുറേ ഫയൽസ് ഉണ്ട്. അതെല്ലാം ചെക്ക് ചെയ്ത് പോകുമ്പോഴാണ് യൂരി എന്ന പേര് നാനോ കാണുന്നത്. ഒരു നിമിഷം അവൾ സ്റ്റക്കായി പോകും. എന്നിട്ട് അത് ഓപ്പൺ ആക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്തതും പിന്നിലൂടെ ആരും വന്ന് നാനോയെ ബോധം കെടുത്തും. സീൻ ബ്ലാക്ക് ഔട്ട് ആകുവാണ്. പിന്നീട് നാനോയ്ക്ക് ബോധം വന്നപ്പോൾ അവൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിച്ച ആ റൂമിലാണുള്ളത്. അവളുടെ കൈ കെട്ടി നിലത്തെ ബെഡിൽ കിടത്തിയിരിക്കുകയാണ്. തൊട്ടു മുന്നിൽ ഒരു ക്യാമറ ഒക്കെ ഓൺ ചെയ്തു വെച്ച് നീനയും ടപ്റ്റിമും നിൽപ്പുണ്ട്. അവർക്കൊപ്പം യൂരിയുമുണ്ട്. യൂരി നാനോയെ ചതിക്കുകയായിരുന്നു. നാനോയുടെ പ്ലാനെല്ലാം അവൾ നീനയൊക്കെ ഓൾറെഡി അറിയിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ കൈയും കാലും കെട്ടിയിരിക്കുന്നത് കണ്ട് നാനോ പേടിച്ചു പോവുകയാണ്. യൂറി അപ്പോൾ നാനോയോട് സോറിയൊക്കെ പറയുന്നുണ്ട്. നീന പറയും, ഈ റൂമിൽ വരുന്ന ആരോടും നീ സോറി പറയേണ്ട കാര്യമില്ല, ഇതെല്ലാം ഞങ്ങളുടെ പ്ലാൻ ആയിരുന്നു. നിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആക്സെപ്റ്റ് ചെയ്തതും എല്ലാം ഞങ്ങൾ തീരുമാനിച്ച പ്രകാരമാണ് നടന്നത്. യൂറി ഞങ്ങളെ ചതിക്കുമെന്ന് നീ കരുതിയോ? ആ ലാപ്ടോപ്പിൽ പാസ്വേഡ് ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് നീ ചിന്തിച്ചില്ലേ എന്നൊക്കെ നീന നാനോയോട് ചോദിക്കുകയാണ്. നാനോ എല്ലാം കേട്ട് കരയാൻ തുടങ്ങും. നീന അവളെ വീണ്ടും ഓരോന്നും പറഞ്ഞ് കളിയാക്കുകയാണ്. അവൾ പറയും, യൂരി ഞങ്ങളെ ഒരിക്കലും പറ്റിക്കില്ല. യൂരി തൻ്റെ യജമാനനോട് വിശ്വസ്തയായ ഒരു നായയെ പോലെയാണെന്ന്. അത് കേൾക്കുമ്പോൾ യൂരി നീനയെ ഒന്ന് നോക്കുന്നുണ്ട്. ഈ കാര്യം നീന പറഞ്ഞതും നാനോയുടെ മുഖഭാവം മാറുകയാണ്. എന്നിട്ട് അവൾ ചോദിക്കും, യൂരി വിശ്വസ്തയായ ഒരു നായ ആണെന്നാണ് നിങ്ങൾ പറയുന്നത്? യൂരി നിനക്കൊരു നായയായി കഴിയണോ അതോ ഒരു ഓണർ ആകണോ എന്ന് നാനോ ചോദിക്കും. എന്നിട്ട് നാനോ അവളുടെ സിഗ്നേച്ചർ ചിരിച്ചിരിക്കാൻ തുടങ്ങും. ആ വിയേർഡ് ചിരി കണ്ട് എല്ലാവരും ഒന്ന് ഭയക്കും. പേടിക്കുന്ന ടൈമിൽ അവൾ എന്തിനായി ചിരിക്കുന്നതെന്ന് അവർ വിചാരിക്കുകയാണ്. നീന എന്നിട്ട് നാനോയെ ഉപദ്രവിക്കാൻ വേണ്ടി പയ്യന്മാരെ വിളിക്കുകയാണ്. നാനോ ഇത് കണ്ട് ഒരു കൂസലമില്ലാതെ അവരെ വേഗം വിളിക്കൂ എന്നാണ് പറയുന്നത്. നാനോയുടെ ഈ സ്വഭാവം കണ്ട് നീനയ്ക്കും ടപ്റ്റിമിനും നല്ല ദേഷ്യം വരുന്നുണ്ട്. നിന്റെ ലൈഫ് ഞങ്ങളുടെ കയ്യിലാണ്, ഒരുപാട് ഷോ കാണിക്കേണ്ട എന്നവർ പറയുമ്പോൾ നാനോ പറയും, ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. ഞാൻ നേരത്തെ എല്ലാ എവിഡൻസും ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്തിരുന്നു. സ്റ്റുഡൻസിനെ ഉപദ്രവിക്കുന്ന ക്ലിപ്സ് മാത്രമല്ല അതിലുള്ളത്, നിങ്ങളുടെ പേരിലുള്ള പർച്ചേസ് ഡീറ്റെയിൽസും അതിലുണ്ട് എന്ന്. അതായത് ഇവർ രണ്ടും ആ പെൺകുട്ടികളുടെ ക്ലിപ്സ് പലർക്കും സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് അവർ പേടിച്ചു പോകും. നാനോ അവരോട് വേഗം ആ പയ്യന്മാരെ വിളിച്ചു വരുത്താൻ പറയുകയാണ്. എന്നിട്ട് വിയേർഡായിട്ട് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങും. അത് കേട്ട് അവർക്ക് ദേഷ്യം വരും. നിർത്താൻ പറഞ്ഞിട്ടും നാനോ മൈൻഡ് ആക്കാതെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നീനയും ടപ്റ്റിമും യൂരിക്ക് കുറെ പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നാനോടെ വായടുപ്പിക്കാൻ പറയും. പക്ഷെ യൂരി ഇങ്ങനെ കൺഫ്യൂസ് ആയി നിൽക്കുകയാണ്. അത് കണ്ട് അവർ രണ്ടുപേരും കൂടി യൂരി നാനോയുടെ അടുത്തേക്ക് തള്ളിവിടും. യൂരി കരഞ്ഞുകൊണ്ട് ചെന്ന് അവളുടെ വാ പൊത്തുമെങ്കിലും നാനോ അടങ്ങിയിരിക്കില്ല, ചിരിക്കുകയാണ്. അപ്പോൾ ടപ്റ്റിം ചെന്ന് നാനോയെ പിടിച്ചു നിർത്തും. നീന ആണെങ്കിൽ അടുത്ത് കിടന്ന ഒരു വലിയ ക്യാൻഡിൽ സ്റ്റാൻഡ് എടുത്ത് നാനോയുടെ തലക്കിട്ട് നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കും. നീന അങ്ങനെ നാനോയെ അതിക്രൂരമായി കൊന്നുകളയും. യൂരി ആണെങ്കിൽ ഇതെല്ലാം കണ്ട് പേടിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് ക്യാമറ ഓൺ ആണല്ലോ എന്ന കാര്യം യൂരി കാണുന്നത്. എല്ലാം ആ ക്യാമറയിൽ റെക്കോർഡായിട്ടുണ്ട്.
നടന്ന സംഭവങ്ങൾ കാരണം നീനയും ടപ്ടിമും ഷോക്കിലാണ്. നാനോയുടെ പ്രൊവോക്കേഷൻ ട്രാപ്പിൽ പെട്ടാണ് അവർ അവളെ കൊന്നുകളഞ്ഞത്. നീന എന്നിട്ട് യൂരിയോട് നാനോയുടെ ബോഡി എന്തെങ്കിലും ചെയ്യാൻ ഓർഡർ ഇടും. ആ ടബിലേക്ക് ബോഡി എടുത്തിട്ടിട്ട് അതൊരു ആത്മഹത്യയാക്കി ചിത്രീകരിക്കാനാണ് നീന പറയുന്നത്. പക്ഷെ യൂരി റിപ്ലൈ ഒന്നും കൊടുക്കാതെ ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണ്. യൂരി പറയും, നിങ്ങളാണ് ആ ബോഡിയുടെ കാര്യം നോക്കേണ്ടത് എന്ന്. യൂരിയുടെ പെട്ടെന്നുള്ള ഈ സംസാരത്തിൽ ഷോക്കായി അവർ അവളെ നോക്കുമ്പോൾ യൂരി അഹങ്കാരത്തോടെ അവിടെ നിൽക്കുകയാണ്. അവളുടെ മുഖഭാവത്തിലൊക്കെ വ്യത്യാസമുണ്ട്. യൂരി അവളുടെ തന്നെ സ്വഭാവം പുറത്തെടുക്കുകയാണ്. അവൾ പറയും, നിങ്ങൾ നാനോയെ കൊല്ലുന്ന എവിഡൻസ് എൻ്റെ കയ്യിലുണ്ടെന്ന്. ആ വീഡിയോ ക്യാമറയുടെ കാര്യമാണ് അവൾ പറയുന്നത്. ഇത് കണ്ട് ദേഷ്യം വന്ന് നീനയും ടപ്ടിമും പറയും, നീ എന്താ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ? നീ നിന്റെ നില മറന്ന് പെരുമാറരുത് എന്ന്. അപ്പോൾ യൂരി പറയും, ഇത്രയും നാൾ ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ ഒരു ഇരയായിരുന്നു. നിങ്ങൾ തന്ന പണത്തിന് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു. നിങ്ങൾക്ക് ലോയലായ ഒരു നായയെ വേണമായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ നിന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തു. നാനോ എന്നോട് പറഞ്ഞ പ്ലാൻ ഞാൻ ഇത്രയും നാൾ ആലോചിച്ചിരുന്ന കാര്യം തന്നെയായിരുന്നു എന്നെല്ലാം പറഞ്ഞ് യൂരി 2 പയ്യന്മാരെ അകത്തേക്ക് വിളിപ്പിക്കും. എന്നിട്ട് വീഡിയോ ഓണാക്കി തന്നെ വെച്ച് ആദ്യം നാനോയുടെ ബോഡി ടബിൽ കൊണ്ടുപോയി ഇടാൻ പറയും. നീനയും ടപ്ടിബും പേടിച്ചു പോകും. തങ്ങളെ വെറുതെ വിടണമെന്ന് അവർ പേടിച്ചു കരഞ്ഞ് പറയുമെങ്കിലും യൂറി അതൊന്നും കേൾക്കില്ല. അവൾ അവരോട് ഒച്ചയെടുത്ത് ദേഷ്യപ്പെടുകയാണ്. അത് കണ്ട് പേടിച്ച് അവർ ബോഡി എടുത്ത് ടബിലേക്ക് കൊണ്ടുചെന്നിടും. അവർ തങ്ങൾ കുറെ പണം തരാം, ഞങ്ങളെ വെറുതെ വിടണമെന്ന് അപേക്ഷിക്കുമെങ്കിലും യൂറി അതൊന്നും വകവയ്ക്കില്ല. അവൾ പറയും, നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്ത കാര്യങ്ങൾക്ക് വിലയിടാൻ കഴിയില്ല. അതിന് നിങ്ങൾ വേദന അനുഭവിക്കുക തന്നെ വേണമെന്ന്. ഇവർ 2 പേരും പെൺകുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവന്ന് അവരെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അവരെ ഭയപ്പെടുത്തിയാണ് അധികാരത്തോടെ നടന്നിരുന്നത്. യൂറി എന്നിട്ട് ആ പയ്യന്മാരോട് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും ഇവരോട് ചെയ്തോളൂ എന്ന് പറയും. തങ്ങളൊന്നും ചെയ്യല്ലേ എന്ന് അവർ അപേക്ഷിക്കുമ്പോൾ യൂറി ചോദിക്കും, ഞാനും നിങ്ങളോട് ഇങ്ങനെയൊന്ന് റിക്വസ്റ്റ് ചെയ്തില്ലേ എന്ന്. യൂറിയുടെ വീഡിയോയും അവർ ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അവൾ അതൊക്കെ വിഷമത്തോടെ ഓർക്കുകയാണ്. ആ പയ്യന്മാരോട് യൂറി അവരെ ഉപദ്രവിച്ചോളാൻ പറയും. അവർ നീനയും ടപ്ടിബിനെയും അതിക്രൂരമായി ഉപദ്രവിക്കും. യൂറി ഇതെല്ലാം ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. യൂറി എന്നിട്ട് നാനോയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ബോഡിയുടെ അടുത്തിരുന്ന് സോറി പറയും. അവൾ പറയും, നീ എന്നെ സഹായിക്കാമെന്നേറ്റതിന് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ എന്നെപ്പോലൊരു കുട്ടിക്ക് നിന്റെ സഹായത്തിൻ്റെ ആവശ്യമില്ല. എനിക്കൊരു ഇരയെ ആവശ്യമുണ്ടായിരുന്നു. അവർ രണ്ടും എന്നോട് ചെയ്ത ക്രൂരതകൾക്കെല്ലാം ഞാൻ പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ എല്ലാ വേദനകളും സഹിച്ചത്. അപ്പോഴാണ് കറക്റ്റായി നീ വന്നത്. ആ ലാപ്ടോപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ നിന്നെ പറ്റിച്ചതായിരുന്നു. പക്ഷേ അതെനിക്ക് അതിലെ വീഡിയോ ക്ലിപ്സിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് അതിലെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയായിരുന്നു. എനിക്ക് ആ വീഡിയോ ക്ലിപ്സ് നേരിട്ട് കസ്റ്റമേഴ്സിനെ വിൽക്കാനായിരുന്നു. ഇപ്പോൾ ഞാനാണ് എല്ലാത്തിൻ്റെയും ഓണർ എന്ന് പറഞ്ഞ് യൂരി ചിരിക്കുകയാണ്. ഇപ്പോഴാണ് യൂരിയുടെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാകുന്നത്. ഇതെല്ലാം പറഞ്ഞ് അവൾ എണീറ്റതും നീനയും ടപ്ടിബിനെയും പീഡിപ്പിച്ചു കൊന്നിട്ട് ആ പയ്യന്മാർ അവളുടെ പിന്നിൽ വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ പണം ട്രാൻസ്ഫർ ചെയ്യാമെന്ന് യൂരി അവരോട് പറയും. പക്ഷെ അവരുടെ നിൽപ്പ് അത്ര പന്തിയല്ല. പെട്ടെന്ന് അവർ രണ്ടും യൂരിയെ പിടിച്ച് ടബിലെ ആ വെള്ളത്തിൽ മുക്കി കൊന്നുകളയും. എന്നിട്ട് ആ വീഡിയോ ക്യാമറയും ലാപ്ടോപ്പും ഒക്കെ എടുത്തിട്ട് അവിടെ നിന്നും അവർ പോവുകയാണ്. അവർ പോയതും കൊല്ലപ്പെട്ട് കിടക്കുന്ന നാനോ വല്ലാത്തൊരു ചിരിയോടെ കണ്ണു തുറക്കുകയാണ്. നാനോയ്ക്ക് വീണ്ടും ജീവൻ വെച്ചു. മരിച്ചു കിടക്കുന്ന യൂറിയുടെ തലയിൽ തലോടി, നീ സ്റ്റുപ്പിഡല്ല, ഇനിയാണ് കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും ഒന്നും സംഭവിക്കാത്ത പോലെ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നമ്മളെ നാനോയുടെ ഒരു വോയിസ് ഓവർ കൂടി കേൾപ്പിക്കുന്നുണ്ട്. സൗഹൃദത്തിന് അതിൻ്റെതായ വിലയുണ്ട്. ചിലപ്പോൾ അതിൻ്റെ വില നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരുപാട് കൂടുതലായിരിക്കും. വേണമെങ്കിൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന അത്ര വില അതിനുണ്ടാകുമെന്ന്. ഇത് പറയുമ്പോൾ നമ്മളെ മരിച്ചു കിടക്കുന്ന യൂറിയെ കാണിക്കുകയാണ്. അവളുടെ വായിലേക്ക് നാനോയുടെ ദേഹത്തു നിന്ന് വെള്ളത്തിൽ കലർന്ന കുറച്ച് രക്തം കയറുന്നത് കാണാൻ സാധിക്കും. നാനോ അവിടെ നിന്നും എങ്ങോട്ടോ സ്റ്റെപ്പ് കയറി പോവുകയാണ്. പോകുന്നതിനിടയിൽ അവൾ പിന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുമുണ്ട്. ആ സീൻ അവിടെ കട്ടായി. മരിച്ചു കിടക്കുന്ന യൂറി പെട്ടെന്ന് ജീവൻ വെച്ച് കണ്ണു തുറക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. 4ാമത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. അടുത്ത എപ്പിസോഡ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ബാക്കി വീഡിയോസിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.